സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഒരു തരി സ്വർണമെങ്കിലും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസം യാത്രക്കിടെ ഒരു യുവതിക്ക് 4.5 പവനടങ്ങിയ ഒരു പേഴ്സ് നഷ്ടമാകുന്നത്. സംഭവം അറിഞ്ഞപാടെ യുവതി ഭർത്താവുമൊത്ത് പരിഭ്രമിച്ചുകൊണ്ട് ഓടിയെത്തിയത് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ സംഭവം പങ്കുവച്ചത് പറവൂർ ആലങ്ങാട് സ്റ്റേഷനിലെ ASI ആയ ജെനീഷ് ചേരാമ്പിള്ളിയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് പരിഭ്രാന്തിയോടെ 2 ദമ്പതികൾ എത്തുന്നു. യുവതി സംസാരിക്കാൻ പോലും ആകാതെ വല്ലാതെ ടെൻഷൻ അടിച്ചാണിരിക്കുന്നത്. കാര്യം തിരക്കിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇതെന്റെ വൈഫാണ്, അവൾ ബാങ്കിൽ പോയി വരുന്ന വഴി സ്കൂട്ടറിൽ നിന്നും കവർ കീറി അവളുടെ പേഴ്സ് റോഡിലെവിടെയോ പോയി എന്ന്. എന്നെ ജോലിസ്ഥലത്തു നിന്നും വിളിച്ചു വരുത്തിയതാണ്. പലയിടത്തും ഞങ്ങൾ നോക്കിയെങ്കിലും കിട്ടിയില്ല. അതിൽ കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സും ചെക്ക് ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ ആകെ ടെൻഷനിലാണ് സാറേ എന്നാണ് അദ്ദേഹം ആ പോലീസുകാരനോട് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടപാടെ പോലീസുകാരുടെ ടെൻഷൻ മാറുകയാണ് ചെയ്തത്. കാരണം ഈ ദമ്പതികൾ അവിടേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുൻപാണ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ആ കോളിന്റെ മറുവശത്തുള്ള വ്യക്തി ഇങ്ങനെയായിരുന്നു ഫോൺ എടുത്തപ്പോൾ പറഞ്ഞത്: സാറേ, ഞാൻ SNDP ജംഗ്ഷനടുത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് വഴിയിൽ നിന്നും ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിലൊരു ചെക്ക് ബുക്കും 2-3 ഗോൾഡ് ഓർണമെന്റ്സും ഉണ്ട്. ഞാനിപ്പോൾ വളരെ അർജന്റായി ഒരിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നമ്പർ ഇതാണ്. ആരെങ്കിലും പേഴ്സ് തിരക്കി വന്നാൽ ഉടൻ ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. അർജന്റ് ആയതുകൊണ്ടാണ് പോകുന്നത് എന്നും പറഞ്ഞു. ഇതെന്തൊരു മനുഷ്യനാണ് എന്ന ചിന്തയിൽ പോലീസുകാരൻ ആ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തു വെക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ദമ്പതികൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് നല്ലൊരു മനുഷ്യന്റെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പോലീസുകാരൻ അവരോട് പറഞ്ഞത്. അയാളെ ഞാൻ വിളിക്കാം, ആ പേഴ്സുമായി അയാൾ ഇപ്പോൾ വരുമെന്നും പറഞ്ഞു. പോലീസുകാരന്റെ ഈ മറുപടി കേട്ടതോടെ ദമ്പതികൾ ഞെട്ടിപ്പോയി. തുടർന്ന് ആ നമ്പറിലേക്ക് പോലീസുകാരൻ വിളിക്കുകയും ചെയ്തു. ഫസ്റ്റ് ബെല്ലിൽ തന്നെ അദ്ദേഹം ഫോൺ എടുത്തു. വിവരം അറിയിച്ചതോടെ പെട്ടെന്ന് തന്നെ എത്താമെന്ന് പറയുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആളെത്തി. പേഴ്സിലുണ്ടായിരുന്ന 4.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളുടെ എണ്ണം ബോധ്യപ്പെടുത്തിയ ശേഷം ചെക്ക് ബുക്കും സ്വർണ്ണമടങ്ങിയ പേഴ്സും ആ നല്ല മനുഷ്യനെ കൊണ്ടുതന്നെ അവർ കൈമാറി എന്നാണ് ജിനീഷ് കുറിച്ചത്. തട്ടിപ്പ് നടത്തി പണം തട്ടിയെടുത്ത ഒത്തിരി പരാതികൾ ദിവസവും സ്റ്റേഷനിൽ വരുന്നത് കാണാറുള്ള ഞാൻ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ആരുടെയോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഏകദേശം 4.5 ലക്ഷം രൂപ വരുന്ന ആ മുതൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് തന്നെ കിട്ടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത ആ നല്ല മനുഷ്യന് മനസ്സുകൊണ്ട് ഒരു സല്യൂട്ട് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. വഴിയിൽ വീണുകിടക്കുന്നത് ഒരു 5 രൂപ തൊട്ടാണെങ്കിൽ പോലും അതിൽ യഥാർത്ഥ ഉടമയുടെ കണ്ണുനീർ പറ്റിയിട്ടുണ്ടാകും. ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് മാതൃകയായ ഈ പ്രവൃത്തി ചെയ്ത വാരാപ്പുഴ മേഖലയിലെ സന്നദ്ധ സംഘടനയായ ആക്സിന്റെ പ്രസിഡന്റ് കൂടിയായ ജോൺ മാത്യു മുക്കത്തിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്.